नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 5-ാമത്തെ അധ്യായം. ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് ഉപദേശങ്ങൾ നൽകുന്നു. ശ്ലോകം 14 മുതൽ 18 വരെ വായിക്കാം. കർമാശയം ഹൃദയഗ്രന്ഥിബദ്ധം അവിദ്യയാ സാധിതം അപ്രമത്ത അനേന യോഗേന യഥോപദേശം സമ്യക് വിഭൂത്യോ പരമേദയോഗാത്. പുത്രാംശ ശിഷ്യാംശ നൃപോ ഗുരുർവാ മല്ലോകകാമോ മദനുഗ്രഹാർത്ഥ ഇത്തം വിമന്യുരനുശിഷ്യാദജ്ഞാൻ ന യോജയേത് കർമ്മസു കർമ്മമൂഢാൻ കം യോജയൻ മനുജോർത്ഥം ലഭേദ നിപാതയൻ നഷ്ടദൃശം വികർത്തേ. ലോകസ്വയം ശ്രേയസി നഷ്ടദൃഷ്ടിർ യോ അർത്ഥാൻ സമീഹേത നികാമകാമ അന്യോന്യവൈര സുഖലേശഹേതോ അനന്തദുഃഖം ച ന വേദമൂഢഃ. തസ്തം സ്വയം തദഭിജ്ഞോ വിപശ്ചിത് അവിദ്യയാമന്തരേ വർത്തമാനം ദൃഷ്ടാ പുനസ്തം സഗൃണക്കുബുദ്ധിം പ്രയോജയേതുത്പതകം യഥാന്തം. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സാ സ്യാത് ദൈവം ന തത്സ്യാത് ന പതിശ്ച സസ്യാത് ന മോചയേത്യാ സമുപേതമൃത്യും. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാം. മംഗളപ്രദ മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 5, പഞ്ചമസ്കന്ധം അധ്യായം 5, ശ്ലോകം 14. അദ്ദേഹത്തിന്റെ പേര് ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് ഉപദേശങ്ങൾ നൽകുന്നു. ശ്ലോകം 14. ഓം നമോ ഭഗവതേ വാസുദേവായ. കർമാശയം ഹൃദയഗ്രന്ഥിബന്ധം ബന്ധം അവിദ്യയാ സാധിതം അപ്രമത്തഃ അനേന യോഗേന യഥോപദേശം സമ്യക് വ്യവോഹ്യോ പരമേദയോഗാത്. വിവർത്തനം. ദിവ്യപൂജ്യ ശ്രീമദ് എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ജയ് ശ്രീല പ്രഭുപാദ്. എന്റെ പ്രിയപ്പെട്ട പുത്രന്മാരെ, നിങ്ങൾ എന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം. വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക. അങ്ങനെ വർത്തിക്കുന്നതിലൂടെ നിങ്ങൾ ഫലേച്ഛ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹമാകുന്ന അജ്ഞതയിൽ നിന്ന് സ്വതന്ത്രരാവുകയും നിങ്ങളുടെ ഹൃദയങ്ങളിലെ കെട്ടുകൾ സമ്പൂർണമായി അഴിയപ്പെടുകയും ചെയ്യും. കൂടുതൽ പുരോഗതി ആർജിക്കുന്നതിന് എല്ലാ ഉപാധികളും ഉപേക്ഷിക്കുകയും ചെയ്യണം.
അതായത് മോചനത്തിന് വേണ്ടിയുള്ള പ്രക്രിയയോട് പോലും നിങ്ങൾ ആകൃഷ്ടരാകരുത്. ഹരേ കൃഷ്ണ. ശ്ലോകം 15. പുത്രാംശ ശിഷ്യാംശ നൃഭോ ഗുരുർവോ അല്ലോ ഗുരുർവോം വല്ലോകകാമോ മദനുഗ്രഹാർത്ത ഇത്തം വിമന്യരു ശിഷ്യാദജ്ഞാനയോജയേ കർമ്മസു കർമ്മമൂഢാൻ കം യോജയൻ മനുജോർത്തം ലഭേദ നിബാധയന്നഷ്ടദൃശം ഹി ഗർത്തേ. വിവർത്തനം. ഭഗവാനിലേക്ക് മടങ്ങി പോകണമെന്ന് ഗൗരവപൂർവം ആഗ്രഹിക്കുന്ന ഒരുവൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ കാരുണ്യമാണ് ജീവിതത്തിന്റെ പരമമായ നേട്ടം എന്നും മുഖ്യ ലക്ഷ്യമെന്നും മനസ്സിൽ ഉറപ്പിക്കണം. അവൻ പുത്രന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന പിതാവാണെങ്കിലും ശിഷ്യന്മാർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ആധ്യാത്മിക ഗുരു ആണെങ്കിലും പൗരന്മാർക്ക് നിർദ്ദേശം നൽകുന്ന രാജാവാണെങ്കിലും നിശ്ചയമായും എന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് വേണം നിർദ്ദേശങ്ങൾ നൽകാൻ. പുത്രനോ ശിഷ്യനോ പൗരനോ ആരായാലും അവർക്ക് ചില സമയങ്ങളിൽ തന്റെ ആജ്ഞകൾ പാലിക്കാൻ കഴിയാതെ വന്നാൽ പോലും അവരോട് കോപിക്കാതെ അവൻ അവരെ നിരന്തരം ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം. അജ്ഞത മൂലം പുണ്യകർമ്മങ്ങളിലോ പാപപ്രവൃത്തികളിലോ മുഴുകിക്കഴിയുന്ന മനുഷ്യരെ എല്ലാ അർത്ഥത്തിലും ഭക്തിയുത സേവനത്തിലേക്ക് കൊണ്ടുവരണം. അവരെ എല്ലായ്പ്പോഴും ഫലം പ്രതീക്ഷിച്ചുള്ള പ്രവൃത്തികളിൽ നിന്ന് വിമുഖരാക്കണം. അല്ലാത്ത പ്രവൃത്തികൾ അന്ധനായ ഒരു മനുഷ്യനെ അന്ധകാര നിബിഡമായ ഒരു കിണറിന്റെ കരയിലേക്ക് നയിച്ച് അതിൽ വീഴ്ത്തുന്നതിന് തുല്യമായിരിക്കും. പുത്രനായാലും ശിഷ്യനായാലും പൗരനായാലും അതീന്ദ്രിയ കാഴ്ചപ്പാടില്ലാത്ത പക്ഷം അവൻ എങ്ങനെ പ്രയോജനമുണ്ടാകും? ശ്ലോകം 16. ലോകസ്തുയം ശ്രേയസിന്നഷ്ടദൃഷ്ടേന്യാർത്താൻ സമീഹേത നികാമകാമ അന്യോന്യ വൈരസുകലേശഹേതോ അനന്തര ദുഃഖം ശനം വേദമൂഢ. വിവർത്തനം. ഭൗതികവാദിയായ വ്യക്തിക്ക് അജ്ഞത മൂലം അവന്റെ യഥാർത്ഥ ആത്മതാൽപര്യത്തെക്കുറിച്ച് ജീവിതത്തിന്റെ മംഗളകരമായ പാതയെക്കുറിച്ച് ഒന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവൻ ഭൗതിക ആസ്വാദനത്തിന് വേണ്ടിയുള്ള ആർത്തമായ ആഗ്രഹങ്ങളാൽ ബന്ധിതനാണ്. അവന്റെ എല്ലാ പദ്ധതികളും ഈ ലക്ഷ്യത്തിന് വേണ്ടി ഉള്ളതുമാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തി താൽക്കാലികമായ ഇന്ദ്രിയ പ്രീണനത്തിന് വേണ്ടി വിദ്വേഷികളുടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ഈ മനോഭാവം കൊണ്ട് മാത്രം അവൻ ക്ലേശങ്ങളുടെ സമുദ്രത്തിൽ മുങ്ങിത്താഴുകയും ചെയ്യുന്നു. ആ വിഡ്ഢിയാകട്ടെ ഇതേക്കുറിച്ച് അറിയുന്നത് പോലുമില്ല. ശ്ലോകം 17. കസ്തം സ്വയം തദവിജ്ഞോ വിഭശ്ചിതവിദ്യായാം അന്തരേ വർത്തമാനം ദൃഷ്ടാ പുനസ്തം സഗൃണക്കു ബുദ്ധിം പ്രയോജയേതുൽപദഗമ്യതാന്തം. വിവർത്തനം. യഥാർത്ഥ ജ്ഞാനവും കാരുണ്യവും ആധ്യാത്മിക ഉന്നതിയുമുള്ള ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരുവൻ അജ്ഞനും സംസാരപാതയ്ക്ക് അടിമപ്പെട്ടവനുമാണെങ്കിൽ പോലും അവനെ ഫലേച്ഛ കർമ്മങ്ങളിൽ വ്യാപൃതനാക്കാനും ഭൗതികാസ്ഥിതത്തിന്റെ കുരുക്കുകളിൽ അകപ്പെടുത്താനും എങ്ങനെ കഴിയും? അന്ധനായ ഒരു മനുഷ്യൻ ഒരു അപകടത്തിലേക്ക് നടക്കുന്നത് കാണുന്ന സഹൃദയനായ ഒരു വ്യക്തിക്ക് ആ മനുഷ്യൻ നടത്തം തുടരുന്നത് അനുവദിക്കാൻ എങ്ങനെ കഴിയും? അവൻ എങ്ങനെ ആ രീതി അംഗീകരിക്കും? അറിവും ദയയുമുള്ള ഒരാളും അതിനെ അനുവദിക്കില്ല. ശ്ലോകം 18. ഗുരുർനസസ്യ സുജനോന്നസസ്യ പിതാനസസ്യ ജനനീനസസ്യ ദൈവന്ന തസ്യാന്ന പതിശ്ച സസ്യ നമോജയേയ സമുഭേദ മൃത്യും. വിവർത്തനം. സ്വന്തം ആശ്രിതനെ ജനന മരണങ്ങളുടെ ആവർത്തന പാതയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ഒരു ആധ്യാത്മിക ഗുരുവോ പിതാവോ ഭർത്താവോ ഒരു മാതാവോ ഒരു ആരാധ്യനാർഹനായ ദേവനോ ആയി തീരരുത്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഭഗവാൻ ഋഷഭദേവൻ
പുത്രന്മാർക്കും രാജ്യത്തിലെ പൗരന്മാർക്കും നൽകുന്ന ഉപദേശമാണ്. ആ ഉപദേശത്തിന്റെ ചുരുക്കം, ഒരു വ്യക്തി മനുഷ്യ ജീവിതത്തിൽ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പുറകെ പോകുന്നതിന് പകരം ഭഗവാന്റെ സേവനത്തിലേക്ക് എത്തിച്ചേരണം. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി സമയം കളയാനുള്ളതല്ല മനുഷ്യന്റെ ജീവിതം. അത് മറ്റു ജീവികൾക്കും സാധാരണമായിട്ട് ലഭ്യമാണ്. തപോ ദിവ്യം പുത്രക ഏന സുപ്തം വിശുദ്ധയെ. ഒരു മനുഷ്യജന്മം മൃഗങ്ങളെ പോലെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഓടി നടക്കാനുള്ളതല്ല, അത് മൃഗങ്ങളുടെ ജീവിതത്തിലും കിട്ടുന്നതാണ് എന്നുള്ള ഉപദേശം ഭഗവാൻ നൽകിയിട്ടുണ്ടായിരുന്നു. നായം ദേഹോ ദേഹപാചാൻ ലോകെ കഷ്ടാൻ കാമാൻ അർഹത വിദ്ഭുജാമ്യേ. മലം ഭക്ഷിക്കുന്ന ജീവികൾക്ക് പോലും ഇന്ദ്രിയ തൃപ്തി അവരുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നേടാൻ സാധിക്കും. അപ്പോൾ മനുഷ്യ ജീവിതം അതിനു വേണ്ടിയുള്ളതല്ല. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുന്നതിനും ഭഗവാന്റെ സേവനത്തിലേക്ക് എത്തിച്ചേരുന്നതിനും വേണ്ടിയാണ് മനുഷ്യ ജീവിതം കിട്ടിയിട്ടുള്ളത്. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഈ ഉപദേശം തന്നെയാണ് എല്ലാവർക്കും നൽകേണ്ടത്. ഭഗവാന്റെ ഉപദേശമാണ് ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ മാർഗനിർദ്ദേശമായി കണക്കാക്കേണ്ടത് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. നമുക്ക് പല ഭാഗത്തു നിന്നും പല വിധത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ലഭിക്കും. ഉപദേശത്തിനോ നിർദ്ദേശത്തിനോ യാതൊരു കുറവുമില്ല. പക്ഷെ ഏറ്റവും ഉന്നതമായിട്ടുള്ള മാർഗനിർദ്ദേശമായി ഒരു വ്യക്തി കണക്കാക്കേണ്ടത് ഭഗവാന്റെ നേരിട്ടുള്ള ഉപദേശമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾക്ക് പല വിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ടാകും. നിങ്ങൾക്ക് പല വിധത്തിലുള്ള യോഗമാർഗങ്ങളെ കുറിച്ചും ആത്മീയമായ ഉയർച്ചയെക്കുറിച്ചും പല പദ്ധതികളെ കുറിച്ചും അറിവുണ്ടായിരിക്കും. പക്ഷെ അതിൽ ഏറ്റവും ഉപരിയായിട്ട് എടുക്കേണ്ടത് ഭഗവാന്റെ ഉപദേശം തന്നെയാണ് എന്നിവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നു 14ാമത്തെ ശ്ലോകത്തിൽ. അനേന യോഗേന യഥോപദേശം. മറ്റ് യോഗമാർഗങ്ങളിലേക്ക് വഴിതിരിഞ്ഞു പോകാതെ പ്രാണായാമം, അഷ്ടാംഗയോഗം, ധ്യാനം, മെഡിറ്റേഷൻ തുടങ്ങി പല പല മാർഗങ്ങളും ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും ഒക്കെ ഉപരിയായി എന്താണോ ഭഗവാന്റെ നിർദ്ദേശം, ഭഗവാന്റെ ആജ്ഞ എന്താണോ അത് പാലിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കും. അപ്പോൾ ഭഗവത്ഗീതയുടെ അവസാനത്തിലും ഇത് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഒരുപാട് ധാർമ്മിക മാർഗങ്ങളുണ്ട്. ഒരു മനുഷ്യനെ ഉയർത്തുന്നതിന് ഒരുപാട് ധാർമ്മിക മാർഗങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് കടമകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഉന്നതമായിട്ടുള്ള കടമ, ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം, പരമമായിട്ടുള്ള ധാർമ്മിക മാർഗം എന്ന് പറയുന്നത് നേരിട്ട് ഭഗവാന്റെ ഉപദേശങ്ങൾ കേട്ട് അനുസരിക്കുക. ഭഗവത്ഗീതയിലൂടെ, ഭാഗവതത്തിലൂടെ ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങളെ അനുസരിക്കുന്നതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ധർമ്മം, ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം. മറ്റു മാർഗങ്ങളിലേക്ക് വഴിതിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത്. അനേന യോഗേന യഥോപദേശം. അനേന യോഗേന, മറ്റു യോഗങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് ചോയ്സ്, ഒരുപാട് ധർമ്മങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന സമയത്ത് ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഭഗവാന്റെ ധർമ്മം തന്നെയാണ്, ഭഗവാന്റെ സേവനം തന്നെയാണ്, ഭഗവാന്റെ ഉപദേശം അനുസരിച്ചുള്ള പ്രവൃത്തി തന്നെയാണ് എന്നിവിടെ ഭഗവാൻ വ്യക്തമാക്കും. മറ്റുള്ള നിർദ്ദേശങ്ങളിൽ ഒരു വ്യക്തിയുടെ ബുദ്ധി വ്യാമോഹിച്ചു പോകണ്ട എന്ന് വിചാരിച്ചാണ് ഭഗവാൻ അത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേദങ്ങളിലുള്ള നിർദ്ദേശങ്ങളെക്കാൾ ഉപരിയാണ് ഭഗവാന്റെ നേരിട്ടുള്ള ഉപദേശം. ധർമ്മം സാക്ഷാത് ഭഗവത് പ്രണീതം. എന്താണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതനുസരിക്കുകയാണ് ഏറ്റവും വലിയ ധർമ്മം. ഓരോ യുഗത്തിലും ഭഗവാൻ അവതരിച്ച് ആ കാലത്തെ ജനങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ധർമ്മോപദേശം നൽകുന്നുണ്ട്. ഇപ്പോൾ ചൈതന്യ മഹാപ്രഭു അവതരിച്ചു, ഭഗവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് നിർദ്ദേശം? യാരേ ദേഖോ താരേ കഹോ കൃഷ്ണ ഉപദേശം. ആരെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഭഗവാനെ കുറിച്ച് സംസാരിക്കണം. അതാണ് നമ്മൾക്ക് ഉയരാനുള്ള ഏറ്റവും വലിയ മാർഗം. കീർത്തനീയ സദാഹരി, ഭഗവാനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുക, ഭഗവാന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതാണ് കലിയുഗത്തിലെ യോഗമാർഗം. കലിയുഗത്തിൽ ധാർമ്മികമായിട്ട് ഉയരുന്നതിനുള്ള മാർഗം
സങ്കീർത്തനം, ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക, എല്ലാവരും ചേർന്ന് ഭഗവാനെ കുറിച്ച് പറഞ്ഞ് സന്ദേശം, ഭഗവാന്റെ സന്ദേശം, പൃഥ്വിതേ അക്ഷയ നഗരാതിഗ്രാമ സർവത്ര പ്രചാര വൈഭയമരുന്ന, ഭൂമിയിൽ നഗരത്തിലും ഗ്രാമത്തിലും എല്ലാം ഭഗവാന്റെ സന്ദേശം, ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് കലിയുഗത്തിലെ ഭഗവാന്റെ ജനങ്ങൾക്കായിട്ടുള്ള ഉപദേശം. അപ്പോൾ ഭഗവാന്റെ ഉപദേശമാണ് നമ്മളെ ഏറ്റവും ഉന്നതമായിട്ടുള്ള മാർഗനിർദ്ദേശമായി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി എടുക്കേണ്ടത്, സ്വീകരിക്കേണ്ടത് എന്ന് ഋഷഭദേവൻ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റു മാർഗങ്ങളിലേക്ക് വഴിതിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്നും ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ ഇതേ സന്ദേശം തന്നെയാണ് മാറ്റമില്ലാതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. സന്ദേശം പ്രചാരണം ചെയ്യുന്നതും ധർമ്മം നിലനിർത്തുന്നതിന്റെ ഭാഗമാണ്. സന്ദേശം പ്രചാരണം ചെയ്തിട്ടില്ലെങ്കിൽ കാലക്രമേണ അത് നശിച്ചു പോകും എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. സ കാലേനേഹ മഹതാ യോഗോ നഷ്ടപരന്തത. കാലക്രമത്താൽ ആ യോഗം, ആ ധർമ്മം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്റെ ബന്ധുക്കൾക്കും പുത്രന്മാർക്കും അതേപോലെ ശിഷ്യന്മാർക്കും ഭഗവാന്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഗുരുവിന്റെയും ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും ഒരു ബന്ധുവിന്റെയും ഒക്കെ ചുമതല. സമൂഹത്തിൽ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന വ്യക്തികളുടെ ചുമതല അവനെ ആശ്രയിക്കുന്നവർക്ക് ഭഗവാന്റെ സന്ദേശം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജീവിതത്തിലേക്ക്, ഏറ്റവും മംഗളകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് ആ വ്യക്തി എത്തിക്കുക, ഏറ്റവും ഉയർന്ന അവബോധത്തിലേക്ക് ആ വ്യക്തി എത്തിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ചുമതല എന്നും ഭഗവാൻ പറയും. അത് ചെയ്യാത്ത വ്യക്തി, ഭഗവാനെ കുറിച്ച് അറിഞ്ഞിട്ടും ഭഗവാന്റെ സന്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാത്ത വ്യക്തി, ഒരു വ്യക്തി തന്റെ കൂടെയുള്ള വ്യക്തിയെ കിണറ്റിലേക്ക് തള്ളിയിടുന്നത് പോലെയാണ് എന്നാണ്. ഫലോദിഷ്ട കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? അവനെ കിണറ്റിലേക്ക്, ഒരു അന്ധകൂപത്തിലേക്ക്, ഇരുട്ട് നിറഞ്ഞ ഒരു കിണറ്റിലേക്ക്, കുഴിയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ നിർദ്ദേശം നൽകുന്നത്. ഭഗവാന്റെ സന്ദേശം സ്വീകരിച്ച് ഭഗവാന്റെ സേവനത്തിലേക്ക് വരണം എന്നതല്ലാതെ ഫലോദിഷ്ട കർമ്മങ്ങളിൽ മുഴുകി ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ പുറകിൽ അത് നേടുന്നതിന് വേണ്ടി പരക്കം പായണം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം ഏതുപോലെയാണ്? ഒരു വ്യക്തിയെ അറിഞ്ഞുകൊണ്ട് കിണറ്റിലേക്ക് തള്ളിയിടുന്നത് പോലെയാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയും. അത് സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നതല്ല. കം യോജയൻ മനുജോർത്തം ലഭേദ നിപാതയൻ നഷ്ടദൃശം ഹി കർത്തേ. മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി നേടി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി എന്താണ് ചെയ്യുന്നത്? നിപാതയൻ നഷ്ടദൃശം ഹി കർത്തേ. കൂടെ നിൽക്കുന്നവനെ കിണറ്റിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണ് ഭഗവാന്റെ സന്ദേശങ്ങൾ ശ്രവിക്കുകയും ഭഗവാന്റെ സന്ദേശം തന്റെ ബന്ധുക്കൾക്കും തന്നെ ആശ്രയിക്കുന്നവർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. കാരണം എന്താണ്? അവർക്ക് അറിയുന്നില്ല, അവർക്ക് ആ സന്ദേശം പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് അറിയുകയില്ല എന്നാണ് പറയുന്നത് 16-ാം പുസ്തകം. സാധാരണഗതിയിൽ ഒരു വ്യക്തി ഈ ഉപദേശം കേൾക്കാതെ ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഒരു വ്യക്തി ജനിച്ചു, ഒരുപാട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു, പക്ഷെ ആരും ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ആ വ്യക്തി അപ്പോഴും അജ്ഞതയിൽ തന്നെയാണ്. ആ വ്യക്തിക്ക് സ്വന്തം ഊഹം കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സ്വന്തം എത്രയോ കാലം മാനസികമായിട്ട് ഊഹാപോഹങ്ങൾ നടത്തി, റിസർച്ച് നടത്തി, പഠനങ്ങൾ നടത്തി, ഗവേഷണങ്ങൾ നടത്തി, അതുകൊണ്ടൊന്നും ആ വ്യക്തിക്ക് ഭഗവാന്റെ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് അറിയുന്ന വ്യക്തികൾ പറഞ്ഞു കൊടുക്കണം. അത് ഒരു സമൂഹത്തിലെ ആ വ്യക്തിയുടെ ചുമതലയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ അവിദ്യയിലാണ് ഇരിക്കുന്നത്. ലോക സ്വയം ശ്രേയസിനസ്തേ യോ അർത്ഥാൻ സമീഹേത നികാമ കാമ അന്യോന്യ വൈരാ സുഖലേശഹേതോ അനന്ത ദുഃഖം ചനവേദമൂഢ. അവർക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? സുഖകരമായിട്ടുള്ള, സമാധാനപരമായിട്ടുള്ള, മംഗളകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് എങ്ങനെയാണ് വരേണ്ടത് എന്ന് അറിയില്ല. അങ്ങനെ അവർക്ക് അറിയാൻ സാധിക്കില്ല. അങ്ങനെ അറിയാത്തത് കൊണ്ട് അവര് ഏതെങ്കിലും ഒരു ഭൗതിക വസ്തു നേടുന്നതിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്നു. മത്സരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമൂഹം ഉണ്ടാകുക.
പരസ്പരം മത്സരിക്കുന്നത് കൊണ്ട് അവർക്ക് വിദ്വേഷമുണ്ടാകുന്നു, പരസ്പരം കലഹിക്കേണ്ടി വരുന്നു. അങ്ങനെ സമൂഹങ്ങൾ തമ്മിലും ജനങ്ങൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും അവസാനം എത്തിച്ചേരുന്നത് എവിടെയാണ്? കലഹത്തിലും യുദ്ധത്തിലും നരകതുല്യമായിട്ടുള്ള ജീവിതത്തിലുമാണ് എന്ന് ഭഗവാൻ പറയുന്നു. നമുക്ക് പ്രത്യക്ഷത്തിൽ ഇന്നത്തെ കാലത്ത് കാണാൻ സാധിക്കും. അവസാനം അവർ കലഹത്തിലും യുദ്ധത്തിലുമാണ് എത്തിച്ചേരുന്നത്. അങ്ങനെ നരകതുല്യമായിട്ടുള്ള ജീവിതത്തിലേക്കാണ് അവര് പോകുന്നത്. പക്ഷേ പരസ്പരം മത്സരിക്കാതെ എല്ലാവർക്കും വിജയിക്കാവുന്ന മാർഗമുണ്ട്. എല്ലാവർക്കും വിജയിക്കാം. ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് ഭഗവാന്റെ സേവനം ചെയ്ത് എല്ലാവർക്കും ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാം. അവിടെ മത്സരത്തിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും വിജയിക്കാം. ഭൗതിക വസ്തുവിന് വേണ്ടി മത്സരിക്കുന്ന സമയത്ത് ഒരാൾക്ക് വിജയിക്കാം, മറ്റുള്ളവർക്കെല്ലാം പരാജയപ്പെടാം. അതാണ് മത്സരത്തിന്റെ, ഭൗതികമായിട്ടുള്ള മത്സരത്തിന്റെ അടിസ്ഥാനം. മറ്റുള്ള എല്ലാവരും പരാജയപ്പെടുത്തിയാലേ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ സാധിക്കും. എന്നാൽ ഭഗവാന്റെ സന്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ച് എല്ലാവർക്കും വിജയം നേടാൻ സാധിക്കും. അതാണ് ഭഗവാന്റെ മാർഗം, ഭഗവാന്റെ പ്രവർത്തന പദ്ധതി. ബ്രഹ്മപദം എന്നാണ് അതിന് പറയുന്നത്. ഭഗവത്ഗീതയിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകം പറയുന്നത് അതാണ്. ആ ബ്രഹ്മപദത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതറിയാത്തത് കൊണ്ട് ജനങ്ങൾ മത്സരത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നു. ഒരു ഭൗതിക വസ്തുവിന് വേണ്ടി എല്ലാവരും മത്സരിക്കുന്നു. അത് കിട്ടിയ വ്യക്തി മാത്രം വിജയിക്കുന്നു. ബാക്കി എല്ലാവരും പരാജയത്തിന്റെയും നിരാശയുടെയും വിദ്വേഷത്തിന്റെയും ക്രോധത്തിന്റെയും മാർഗത്തിലെത്തി നരകീയമായിട്ടുള്ള ജീവിതത്തിൽ, അസ്വസ്ഥത നിറഞ്ഞ സമാധാനമില്ലാത്ത ജീവിതത്തിലേക്കാണ് അവര് എത്തിച്ചേരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ശരിയായ മാർഗനിർദ്ദേശം നൽകാൻ സമൂഹത്തിൽ വ്യക്തികൾ ഇല്ലാത്തത് കൊണ്ടാണ്. അവർക്ക് ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നരകീയമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകുന്നത്. നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമ അർജുനൻ പറയുന്നുണ്ട്. സമൂഹത്തിൽ യഥാർത്ഥ മാർഗനിർദ്ദേശം നൽകാനുള്ള വ്യക്തികളില്ലെങ്കിൽ സമൂഹം മുഴുവൻ നരകതുല്യമായിട്ടുള്ള, യഥാർത്ഥ മാർഗനിർദ്ദേശം കിട്ടാതെ നരകീയമായിട്ടുള്ള ജീവിതത്തിലേക്ക്, അസ്വസ്ഥതകൾ നിറഞ്ഞ, കാപട്യം നിറഞ്ഞ, നിരാശ നിറഞ്ഞ ജീവിതത്തിലേക്ക് പോകും എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ജനങ്ങളെ നയിക്കരുത്. ഭഗവാന്റെ സന്ദേശം എല്ലാവർക്കും എത്തിക്കുകയാണ് ഒരു ബന്ധുവിന്റെയും ഗുരുവിന്റെയും പിതാവിന്റെയും ഭർത്താവിന്റെയും അമ്മയുടെയും ഒക്കെ ധർമ്മം എന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാണ്. അത് വളരെ സ്വാഭാവികമാണ് എന്നാണ് 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കസ്തം സ്വയം തദഭിജ്ഞോ വിപശ്ചിത് അവിദ്യായാമന്തരേ വർത്തമാനം ദൃഷ്ടാപനസ്തം സകൃണബുദ്ധിം പ്രയോജയേതുസ്പദകം യഥാന്തം. എന്തുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത്? അത് വളരെ സ്വാഭാവികമാണ്. ഒരു വ്യക്തി, ഒരു അന്ധനായിട്ടുള്ള വ്യക്തി ഒരു കിണറ്റിലേക്ക് വീഴാൻ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കണ്ടു നിൽക്കുന്ന വ്യക്തി, കണ്ണുള്ള ഒരു വ്യക്തി, ദയയുള്ള ഒരു വ്യക്തി, അറിവുള്ള ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ രക്ഷിക്കാൻ ശ്രമിക്കും. അത് വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടല്ല, ആ അന്ധനിൽ നിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യന്റെ കാരുണ്യമാണ്, പ്രവൃത്തിയാണ്. അത് സ്വാഭാവികമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ സ്വാഭാവികമായിട്ടുള്ള ഒരു കരുണയാണ് മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ ധർമ്മം പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാവരും വീണ്ടും താഴ്ന്ന നിലവാരത്തിലേക്ക്, നരകീയ ജീവിതത്തിലേക്ക് ആ മനുഷ്യ ജീവിതം പ്രയോജനപ്പെടുത്താതെ പോകും. അത് വലിയൊരു നഷ്ടമാണ് അറിയുന്നത് കൊണ്ടാണ് കാരുണ്യമുള്ള ഒരു വ്യക്തി, അറിവുള്ള ഒരു വ്യക്തി, മാന്യനായിട്ടുള്ള ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അത് ലഭിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വലിയ നഷ്ടമാണ് എന്നറിയുന്നത് കൊണ്ടാണ്, അവരുടെ കാരുണ്യം കൊണ്ടാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. മറ്റൊരു നേട്ടത്തിന് വേണ്ടിയല്ല, അവരുടെ സ്വാഭാവികമായിട്ടുള്ള കരുണയാണ് മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗുരുക്കന്മാരെ, നമ്മൾക്കിത് പറഞ്ഞു തരുന്ന ഗുരുക്കന്മാരെ കാരുണ്യമൂർത്തി എന്ന് പറയും. ശിലപ്രഭുപാദരെ ലോകത്തിലെ മുഴുവൻ ജനങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് ഇതെല്ലാം എഴുതി വെച്ചു. കൃഷ്ണകൃപാമൂർത്തി എന്നാണ് നമ്മൾ ശിലപ്രഭുപാദരെ പറയുന്നത്. കൃഷ്ണകൃപ, ഭഗവാന്റെ കാരുണ്യത്തിന്റെ മൂർത്തിയാണ് ഗുരു എന്ന് പറയും. അപ്പൊ ഒരു ഗുരുവിന്റെ യഥാർത്ഥ ചുമതല ഭഗവാന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. മറ്റുള്ള സന്ദേശങ്ങളല്ല, മറ്റുള്ള മാർഗനിർദ്ദേശങ്ങളല്ല ഗുരു നൽകേണ്ടത്. എന്താണോ ഭഗവാന്റെ സന്ദേശം അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വ്യക്തിയാണ് ഗുരു
അതേ ചുമതല ഒരു മാതാവിനും പിതാവിനും ബന്ധുവിനും ഒക്കെ ഉണ്ട് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഞാനൊരു ഗുരുവാകണമെങ്കിൽ ഗുരുവിന്റെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം ഏറ്റുവാങ്ങിയത് കൊണ്ട് മാത്രമായില്ല. എല്ലാവരും ഞാൻ ഗുരുവാണ്, എല്ലാവരും എന്നെ ഗുരുപൂജ ചെയ്യും എന്ന് പറഞ്ഞ ഗുരുപൂജ ആരാധന ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഗുരുവിന്റെ സ്ഥാനം. തന്നെ ആശ്രയിക്കുന്നവർക്ക് ഭഗവാന്റെ സന്ദേശം പറഞ്ഞു കൊടുത്ത് അവരെ മുക്തരാക്കാൻ കഴിയുള്ള വ്യക്തി മാത്രമേ ഗുരുവിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്നാണ് ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 18ാം ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഗുരുർന സസ്യ സ്വജനോ ന സസ്യ പിതാ ന സസ്യ ജനനീ ന സസ്യാദ് ദൈവം ന തസ്യ ന പതിശ്ച സസ്യ ന മോചയേര്യ സമുപേത മൃത്യും. ഒരു ഗുരുവിന്റെ ശിഷ്യനോടുള്ള ചുമതല എന്താണ്? വരാൻ പോകുന്ന മരണത്തിൽ നിന്നും, ജനന മരണ ചക്രത്തിൽ നിന്നും ഒരു തന്റെ ശിഷ്യനെ മോചിപ്പിക്കുന്നില്ലെങ്കിൽ അതിനുള്ള മാർഗനിർദ്ദേശം, അതിനുള്ള പ്രവർത്തന പദ്ധതി എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ, ഭഗവാന്റെ സേവനത്തിലേക്ക് ഒരു വ്യക്തി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ വ്യക്തി ഗുരുവായിട്ടിരിക്കാൻ യോഗ്യനല്ല. വേറെ എന്തെങ്കിലും ഭൗതിക കാര്യങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് ഒരു വ്യക്തി ഗുരുവാകാൻ യോഗ്യനല്ല എന്നാണ് ഭഗവാൻ വ്യക്തമാക്കുന്നത്. ഇനി തന്നെ ആശ്രയിച്ച ശിഷ്യന് ഇനി ഒരു മരണമുണ്ടാകാൻ, ഇനി ഒരു ജനനമുണ്ടാകാൻ പാടില്ല. വേറൊരു ഗർഭപാത്രത്തിൽ തന്റെ ശിഷ്യൻ പോയി ജനിക്കരുത്. അതാണ് ഗുരുവിന്റെ ചുമതല. അതുതന്നെയാണ് ഒരു ബന്ധുവിന്റെയും ചുമതല എന്നാണ് പറയുന്നത്. ഞാൻ ബന്ധുവാണ്, എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്ന് പറയുന്നതിനേക്കാൾ തന്നെ ആശ്രയിക്കുന്നവർക്ക് ഭഗവാനിലേക്കുള്ള മാർഗനിർദ്ദേശം നൽകുന്നതാണ് യഥാർത്ഥ ബന്ധു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ബന്ധു എന്ന് വിളിക്കാൻ യോഗ്യതയുണ്ട്. അല്ലെങ്കിൽ അവൻ ബന്ധുവല്ല, ശത്രുവാണ് എന്നാണ് പറയുന്നത്. സ്വജനമാണ് ആകണമെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. ഇതിന്റെ ഉദാഹരണം, വിതുരൻ തന്റെ ജ്യേഷ്ഠ സഹോദരന് ഭഗവാനെ കുറിച്ചുള്ള മാർഗനിർദ്ദേശം നൽകി. അദ്ദേഹത്തിന് മൈത്രേയ മഹർഷിയിൽ നിന്ന് ഉപദേശം ലഭിച്ച ഉടനെ അദ്ദേഹം പോയത് ഹസ്തിനാപുരത്തിലേക്കാണ്. ഹസ്തിനാപുരത്ത് പോയി ധൃതരാഷ്ട്രർക്ക് ഭഗവാനെ കുറിച്ചുള്ള സത്യം പറഞ്ഞു കൊടുക്കുകയും ഇനിയും ഈ കൊട്ടാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കരുത്, പുറത്തുപോയി ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട് ധീരനായിട്ട് മരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് യഥാർത്ഥ ഒരു സ്വജനത്തിന്റെ ധർമ്മം ഭാഗവതത്തിൽ നമുക്ക് ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കും. ഗുരുവിന്റെ ധർമ്മം ഏത് ഗുരുവാണെങ്കിലും ഭാഗവതത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. നാരദ മഹർഷി തന്റെ ശിഷ്യന്മാർക്കെല്ലാം ഉപദേശിക്കുന്നത് ഭഗവാനെ എങ്ങനെ ആരാധിക്കണം. ധ്രുവ മഹാരാജാവിന് നാരദ മഹർഷി ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് ഉപദേശിച്ചു ഭഗവാനെ എങ്ങനെ ആരാധിക്കാം. പ്രഹ്ലാദ മഹാരാജാവിനെ ഉപദേശിച്ചു. ഗർഭാവസ്ഥയിലിരിക്കുന്ന പ്രഹ്ലാദ മഹാരാജാവിനെ ഭഗവത് തത്വമെല്ലാം ഭാഗവതം ഉപദേശിച്ചു. അതാണ് ഗുരുവിന്റെ ധർമ്മം നമ്മൾക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. സ്വജനം, വിതുരൻ ചെയ്ത ധർമ്മം നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പിതാന സസ്യാൻ, പിതാവായിട്ടിരിക്കണമെങ്കിലും ഒരു പിതാവിന്റെ ധർമ്മം തന്റെ പുത്രന് ഭഗവാന്റെ സേവനം എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അല്ലെ, ബ്രഹ്മാവ് തന്റെ ആദ്യത്തെ മനുഷ്യപുത്രന് സ്വയംഭവ മനുവിന് ഭഗവാന്റെ ആരാധന ചെയ്യാനാണ് നിർദ്ദേശം നൽകിയത്. യജ്ഞത്തിലൂടെ ഭഗവാനെ സന്തോഷിപ്പിക്കണം. ഭഗവത്ഗീതയിലും ആ ഉപദേശം നമ്മൾക്ക് കാണാൻ സാധിക്കും. സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിശുദ്ധം യേശോസ്തിഷ്ഠ കാമതുക്ക്. പണ്ട് പ്രജാപതി ബ്രഹ്മാവ് ജനങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം യജ്ഞം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകി. ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് ബ്രഹ്മാവ് നൽകിയത്. അതാണ് ഒരു പിതാവിന്റെ ധർമ്മം. ബ്രഹ്മാവ് എല്ലാ മക്കൾക്കും നൽകുന്ന ഉപദേശം ഭഗവാന്റെ സേവനത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള പിതാവ് എന്നുള്ള, പരമപിതാവ് എന്നുള്ള ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ബ്രഹ്മാവ് നൽകുന്നത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ്. ജനനീന സാസ്യ, ജനനി അമ്മയുടെ ധർമ്മം എന്താണ്? പുത്രന്മാരെ, മക്കളെ ഭഗവാന്റെ സേവനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് അമ്മ മക്കൾക്ക് ഉപദേശം നൽകിയത് ഭഗവാന്റെ സേവനത്തിലേക്ക് വരുന്നതിന് വേണ്ടി? കപില മഹർഷി. അമ്മ മക്കൾക്ക് ഉപദേശം നൽകിയത് ധ്രുവ മഹാരാജാവിന് സുനീതി, അല്ലെ? സുനീതി മകനോട് പറഞ്ഞത്, എനിക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല, ഭഗവാന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ, ഭഗവാന് മാത്രമേ എല്ലാവരുടെയും ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ മാതൃകാപരമായിട്ടുള്ള അമ്മയെ, സുനീതിയെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ജനനീന സസ്യ.
അമ്മയ്ക്ക് മകനോടുള്ള കടമ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ ആരാധനയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ദൈവം ദേവതയുടെ ധർമ്മം എന്താണ്? ഒരു ദേവനായിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തന്റെ അടുത്തേക്ക് വരുന്ന ആരാധകരെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? മഹാദേവൻ പ്രജേതസ്സുകൾക്ക് അവർ ചോദിക്കാതെ തന്നെ ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞു. മഹാദേവൻ ദേവന്മാരുടെ ദേവനാണ്. അപ്പോൾ ആ ദേവന്റെ ചുമതല എന്താണെന്ന് മഹാദേവൻ കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെ ഭഗവാനെ ആരാധിക്കാം, എങ്ങനെ വാസുദേവനെ ആരാധിക്കാം എന്ന് തന്നെ ആശ്രയിക്കുന്നവരെ ആ ദേവന്മാരൊക്കെ അങ്ങനെ മാർഗനിർദ്ദേശം നൽകണം എന്നാണ്. ഇപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നതും മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ എങ്ങനെ ഭഗവാനെ ആരാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ദേവത എന്നുള്ള പൊസിഷനിൽ ഇരിക്കാനുള്ള അർഹതയുള്ളൂ എന്നാണ് പറയുന്നത്. ദേവതയായിട്ട് ഇരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, ആ ദേവത ഭഗവാനിലേക്ക് തന്നെ ആശ്രയിക്കുന്ന ആരാധകരെ എത്തിക്കണം. അതാണ്. അങ്ങനെയല്ലെങ്കിൽ ആ വ്യക്തി ദേവനായിട്ടിരിക്കാൻ പോലും യോഗ്യനല്ല എന്നാണ് ഭാഗവതം പറയുന്നത്. ദൈവം ന തസ്യ, ആ വ്യക്തി ദേവതയല്ല, ദേവന്റെ ചുമതല ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പതിശ്ച സസ്യാത്, പതി ഭർത്താവിന്റെ ചുമതലയും അത് തന്നെയാണ്. നമ്മൾക്ക് കാണാൻ സാധിക്കും. കർദമ മഹർഷി ദേവഭൂതിയെ ഭഗവാന്റെ സേവനത്തിലേക്ക് കൊണ്ടുവന്നു. അതേപോലെ മഹാദേവനും പാർവതി ദേവിക്ക് എല്ലാവിധ ഭഗവത് ധർമ്മങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെ ഭഗവാന്റെ സേവനം ചെയ്യാം എന്ന് പാർവതി ദേവിക്ക് നിരന്തരമായിട്ട് ഉപദേശം നൽകും. പതിയുടെ ചുമതലയും ആ ഭഗവാന്റെ ധർമ്മത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ആ വ്യക്തിയെ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചിതനാക്കുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഗുരുവായിരുന്നത് കൊണ്ടോ പിതാവായിട്ടിരുന്നത് കൊണ്ടോ അമ്മയായിരുന്നത് കൊണ്ടോ ബന്ധുവായിട്ടിരുന്നത് കൊണ്ടോ ഒന്നും യഥാർത്ഥത്തിൽ ആ സ്ഥാനത്തിന് അവർ യോഗ്യരല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. വെറുതെ ഒരു വ്യക്തിയെ ഗുരുവായി വിളിക്കാനോ അല്ലെങ്കിൽ പിതാവായിട്ട് വിളിക്കാനോ മാതാവായിട്ട് വിളിക്കാനോ ദേവൻ എന്ന് വിളിക്കാനോ അവർ യോഗ്യനല്ല എന്നാണ് പറയുന്നത്. അവർ ഭഗവാന്റെ ധർമ്മത്തിലേക്ക് തന്നെ ആശ്രയിക്കുന്നവരെയൊക്കെ കൊണ്ടുവന്ന് മുക്തി നൽകാൻ സാധിക്കണം. ഒരു ഗുരുവിന് ശിഷ്യന് മുക്തി നൽകാൻ സാധിക്കണം, അമ്മയ്ക്ക് മകന് മുക്തി നൽകാൻ സാധിക്കണം, അച്ഛന് മക്കൾക്ക് മുക്തി നൽകാൻ സാധിക്കണം, ഭർത്താവിന് ഭാര്യയ്ക്ക് മുക്തി നൽകാൻ സാധിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾ മാത്രമാണ് ആ സ്ഥാനത്തിരുന്ന് ആ ബഹുമാനം നേടാൻ യോഗ്യരായിട്ടുള്ളവർ. അല്ലാതെ ഒരു കുട്ടിയെ വിളിച്ച് ഗുരുപൂജ ചെയ്യിച്ചത് കൊണ്ട് ഗുരുവാകുന്നില്ല. ഗുരുവാകണമെങ്കിൽ ശിഷ്യന് മുക്തി നൽകാൻ സാധിക്കണമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതാണ് യഥാർത്ഥ ചുമതല എന്ന് ഭഗവാൻ പറയുന്നത്. ഇതേ സന്ദേശമാണ് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കേണ്ടത് എന്ന് ഭഗവാൻ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. വാസു പ്രഭുജി ജപിച്ചു. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ.